രണ്ടാമത്തെ കാരണം റഹ്മാന്റെ പാഷനുകളാണ്. പുറത്തെവിടെയെങ്കിലും പോയി സ്വന്തമായി മ്യൂസിക് ആൽബങ്ങൾ ചെയ്യണം എന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. I thought my first film, Roja, would be the last film. After that, I'll go back doing albums and jingles back. മുരളി ഇന്ദ്രധനുഷിനോട് പറയുന്ന പാഷനുകളും ഏകദേശം ഇതേപോലത്തെ പാഷനുകളാണ്. മുരളിയുടെ ആഗ്രഹവും വിദേശികൾ ചെയ്യുന്നത് പോലെ സ്വന്തമായി മ്യൂസിക് ആൽബങ്ങൾ ചെയ്യണം എന്നാണ്. നാലാമത്തെ കാരണം പറയുകയാണെങ്കിൽ അത് വർഷങ്ങൾക്ക് ശേഷത്തിലെ സ്പോയിലർ പോലെയായി പോകും. ഇത് തപ്പില്ല. വർഷങ്ങൾക്ക് ശേഷം AR റഹ്മാൻ മലയാളത്തിൽ പാട്ട് ചെയ്യാൻ വരുന്നു. ആ ചെയ്യാൻ വരുന്ന സിനിമയാകട്ടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഒരു നാടകം പോലെ കാണിച്ച് നന്നായിട്ട് വിനീത് ശ്രീനിവാസൻ ട്രോളുന്നുണ്ട്. ആ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് സിനിമാക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, AR റഹ്മാൻ ഒരേ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നാൽ വന്നിട്ട് പോകുമ്പോൾ അദ്ദേഹം 4-5 പാട്ടുകൾ ചെയ്യുകയും ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ നാടകത്തിൽ മൊത്തം പാട്ട് കയറ്റി കുത്തി നിറക്കണമെന്ന് നാടക സംവിധായകൻ പറയുന്നതായി ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. അതൊരു തരത്തിൽ നല്ലൊരു ട്രോളാണ്. ആ പടത്തിൽ അഭിനയിച്ച നായകനെയും ആ പടത്തെയും ഒക്കെ നന്നായി ട്രോളുന്നുണ്ട് ആ നാടകം വഴി.